ഇലകൾ തിന്നു തീർക്കുന്ന പ്രാണികൾ നമ്മുടെ ചീരയില ഇതുപോലെ ആക്കിയിട്ടുണ്ട്. വെള്ളരിയുടെ ഇലയും വെറുതെ വിട്ടില്ല. കണ്ടില്ലേ, പയറിലും ഇതുപോലെ മുഞ്ഞയാണ്. ക്യാപ്സിക്കത്തിന്റെ ഇലയും ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇല ചുരുട്ടിപ്പുഴവും ഉണ്ട് കേട്ടോ. പ്രകൃതിക്കും മനുഷ്യനും ദോഷം വരാത്ത തരത്തിലുള്ള കീടനാശിനികൾ വേണം നമ്മൾ കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ. എന്നാൽ ഫലപ്രദമായിട്ട് കീടങ്ങൾ പോവുകയും വേണം. കടുകിൻ കഷായം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിതുവരെ കേട്ടിട്ടില്ലേ. എന്നോട് പഴയൊരു കർഷകനായ ഒരു അച്ചച്ചൻ പറഞ്ഞു തന്നതാണ്. അതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതും കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്നതും. ഈ കീടനാശിനിയിലേക്ക് ആവശ്യമായ ചേരുവകളിൽ ആദ്യം വേണ്ടത് കടുക്, പിന്നെ മഞ്ഞളും വെളുത്തുള്ളിയും, പിന്നെ വേണ്ടത് ശീമക്കൊന്നയില. എല്ലാം കൂടെ ഞാനിത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ടേ. ആദ്യം ഞാൻ വലിയ കണ്ണിയുള്ള അരിപ്പയിലേക്കാക്കിയാണ് അരിക്കുന്നത്. പിന്നെ ഞാൻ തോർത്തുമുണ്ടിലേക്കാക്കി നന്നായി കൈ കൊണ്ട് തിരുമ്മി അതിലെ മട്ട എടുത്ത് നന്നായി പിഴിഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ അരിച്ചെടുക്കാൻ കാരണം സ്പ്രെയറിൽ ഇതിൻ്റെ ചണ്ടി വല്ലാതെ കുടുങ്ങിക്കാളും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഞാനിത് സ്പ്രെയർ ബോട്ടിലേക്ക് നിറയ്ക്കുകയാണ്. എല്ലാം പൂവിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടോ. ഈ സമയം തൊട്ട് പ്രാണികളൊക്കെ കൊത്തിക്കാളും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇതൊക്കെ അടിച്ചു കൊടുക്കുന്നത്. മരുന്നടിച്ചു കഴിഞ്ഞാൽ കായകൾക്ക് ഞാൻ കവറ് കൂടെ ഇട്ട് കെട്ടിക്കൊടുക്കും. അതാണ് സേഫ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പണിയെടുത്തത് വെറുതെയാകും. ജൈവ കീടനാശിനിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ചെടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. മരുന്നിൻ്റെ വീര്യം പോകുന്നതിന് മുമ്പേ അടിച്ചു കൊടുത്താൽ ഏറെ ഗുണം ചെയ്യും. പയറിലെ മുഞ്ഞയ്ക്ക് ഏറ്റവും ബെസ്റ്റ് മരുന്നാണിത്. ഇതടിച്ചാൽ മുഞ്ഞകൾ ചത്തുപോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ രാത്രി നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ പച്ചത്തുള്ളം പോലുള്ള വലിയ പ്രാണികളെയും കാണാം. അവയെ കൈയോടെ പിടിച്ച് നശിപ്പിക്കുക. ആദ്യത്തെ അരിമ്പാണ് ഇത്. ഈ മരുന്നിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ ഉള്ളിത്തോലിന്റെ സ്ലറി കൂടി ആഡ് ചെയ്യാം. രാസകീടനാശിനിയാണെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് പോയിക്കോളും. പക്ഷെ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജൈവ കീടനാശിനി വാങ്ങുകയോ ഉണ്ടാക്കി തളിക്കുകയോ ചെയ്യാം. അതല്ലേ നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് നല്ലത്. ശരിക്കും ഈ മരുന്നുണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിന് നല്ല രൂക്ഷഗന്ധം ഉണ്ടാവും. അപ്പോൾ കുറേ പ്രാണികളൊക്കെ അകന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ പയറിലെ മുന്നൊക്കെ കുറേ ചത്തും പോകുന്നുണ്ട്. എനിക്കിന്ന് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അടിച്ചത്.